നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ആഷസിൻ്റെ 5ാം ടെസ്റ്റിൻ്റെ 2ാം ദിവസം 2 കിടിലൻ ബാറ്റിംഗ് പെർഫോമൻസുകളാണ് നമ്മൾ കണ്ടത്. ജോ റൂട്ട് കിടിലൻ സെഞ്ചുറി നേടിയപ്പോൾ മറുഭാഗത്ത് തട്ടുപൊളിപ്പൻ ഇന്നിങ്സുമായിട്ട് ട്രാവിസ് ഹെഡ് സെഞ്ചുറിയിലേക്ക് അടുക്കുന്നു. 2ാം ദിവസത്തെ സ്റ്റംസിൻ്റെ സമയത്ത് ഓസ്ട്രേലിയ 2 വിക്കറ്റിന് 166 എന്ന ശക്തമായ നിലയിലാണ്. ആദ്യ ഇന്നിങ്സിൽ ഇംഗ്ലണ്ട് 384 റൺസിന് ഓൾ ഔട്ടായി. ഇന്നലെ നേരത്തെ കളി നിർത്തിയിരുന്നില്ല, ഇന്ന് നേരത്തെ കളി ആരംഭിക്കുകയും ചെയ്തു. ആരംഭിച്ചപ്പോൾ തന്നെ ഹാരി ബ്രൂക്കിന് അധിക ദൂരം മുന്നോട്ട് പോകാൻ പറ്റാതെ മടങ്ങിപ്പോയി. 97 പന്തിൽ നിന്ന് അദ്ദേഹം 84 റൺസാണ് അടിച്ചത്. സ്റ്റോക്സ് ഡക്കാവുന്നു. പിന്നെ ജെയ്മി സ്മിത്തും ജോ റൂട്ടും കൂടി ഈ ടീമിനെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. ജെയ്മി സ്മിത്ത് 46 റൺസ് അടിച്ചു. അപ്പോഴേക്കും ജോ റൂട്ട് തൻ്റെ സെഞ്ചുറിയും കടന്ന് മുന്നോട്ട് പോയി. വിൽ ജാക്സ് 27 റൺസ്, ബ്രേഡൻ കാർസോർ റൺസ്, ജോഷ് ടങ്ക് ഡക്കായി. ഫോർട്സ്വർ റൺസുമായിട്ട് പുറത്താ നിന്നു. അതേസമയം ജോ റൂട്ട് 242 പന്തിൽ നിന്ന് 15 ഫോറുകളടക്കം 160 റൺസിൻ്റെ ഒരു സൂപ്പർബ് ഇന്നിങ്സ് കളിച്ചു. ഓസ്ട്രേലിയ പോയിട്ട് സെഞ്ചുറി ഇല്ല എന്നുള്ള പ്രശ്നം ഈ സീരീസിൽ അദ്ദേഹം തീർത്തു. ഇപ്പോൾ 2 സെഞ്ചുറികളായി. 394 റൺസാണ് 9 ഇന്നിങ്സിൽ നിന്നായിട്ട് ഈ ആഷസിൽ അദ്ദേഹം നേടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഓസ്ട്രേലിയ റണ്ണ് വരുന്നില്ല എന്നുള്ള പ്രശ്നം അദ്ദേഹം അങ്ങ് തീർത്തു. അദ്ദേഹത്തിൻ്റെ റിഡംഷനാണ് നമ്മൾ വളരെ കൃത്യമായിട്ട് ഈ ഒരു സീരീസിൽ കണ്ടത്. ഇപ്പോൾ ടോട്ടൽ ടെസ്റ്റ് റൺസ് നോക്കുകയാണെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കർ 15,921 റൺസുമായിട്ട് ഒന്നാമത് നിൽക്കുമ്പോൾ 13,937 റൺസായിരിക്കുന്നു ജോ റൂട്ടിന്. അതായത് 1984 റൺസിൻ്റെ വ്യത്യാസമാണ് ഈ 2 ഇതിഹാസ ബാറ്റർമാർ തമ്മിലുള്ളത്. 35 വയസ്സാണ് ജോ റൂട്ടിന്. 2 വർഷക്കാലം കൂടി അദ്ദേഹത്തിന് ടെസ്റ്റ് കളിക്കാൻ പറ്റിയാൽ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു പക്ഷേ സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡ് മറികടന്നേക്കും. അതിന് പക്ഷേ മിന്നും ഫോമിൽ കളി തുടരണം. എന്ത് സംഭവിക്കുന്നുള്ളത് കാത്തിരുന്ന് കാണാം. എനിവേ, ഇംഗ്ലണ്ട് കണ്ട എക്കാലത്തെയും മികച്ച ബാറ്റർ ജോ റൂട്ടാണ് എന്ന കാര്യത്തിൽ ആർക്കും തർക്കം ഉന്നയിക്കാനുണ്ടാവില്ല. ഇപ്പോൾ ഈ ഫാബ് 4 എന്ന് നമ്മൾ പറയുന്ന കൂട്ടമില്ല, റൂട്ടും സ്മിത്തും വില്യംസണും കോഹ്ലിയും, ഇവരുടെ ഇടയിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും അധികം സെഞ്ചുറി ആർക്കാ? അത് ജോ റൂട്ടിനാണ്. 41 സെഞ്ചുറികളായിരിക്കുന്നു. സ്മിത്തിന് 36 സെഞ്ചുറികളെങ്കിൽ കെയ്ൻ വില്യംസിന് 33 സെഞ്ചുറികളും വിരാട് കോഹ്ലിക്ക് 30 സെഞ്ചുറികളുമാണുള്ളത്. സോ ഫാബ് 4ൽ റൂട്ടിൻ്റെ ആധിപത്യം തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേസമയം ഇംഗ്ലണ്ട് 384 റൺസിന് ഓൾ ഔട്ട് ആകുമ്പോൾ 4 വിക്കറ്റാണ് നെസർ എടുത്തിരുന്നത്. 2 വീതം വിക്കറ്റുകൾ സ്റ്റാർക്കും ബോളണ്ടും എടുക്കുകയുണ്ടായി. മറുപടി ബാറ്റിങ്ങിൽ ഓസ്ട്രേലിയയുടെ തട്ടുപൊളിപ്പൻ തുടക്കം. അതിൻ്റെ കാരണം ട്രാവിസ് ഹെഡ് തന്നെയാണ്. പൊളിച്ചടുക്കി അദ്ദേഹം മുന്നോട്ട് പോയി. 57 റൺസിൻ്റെ ഓപ്പണിംഗ് വിക്കറ്റ് കൂട്ടുകെട്ട്. വെതറാൾഡ് 36 പന്തിൽ 4 ഫോറിൽ സഹായത്തോടെ 21 റൺസ് അടിച്ചു. പിന്നെ ലബുഷൈനെ കൂട്ടി നിർത്തി ഹെഡിൻ്റെ താണ്ഡവം തുടർന്നു. ലബുഷൈൻ 68 പന്തിൽ നിന്ന് 48 റൺസ് അടിച്ചു. ഇപ്പോൾ ക്രീസിൽ നെസറാണ് 1 റൺസുമായിട്ട് ട്രാവിസ് ഹെഡിന് കൂട്ടുള്ളത്. അദ്ദേഹം നൈറ്റ് വാച്ച്മാനായിട്ട് ഇറങ്ങിയതാണ്. 87 പന്തുകളിൽ നിന്നാണ് 15 ഫോറുകളുടെ സഹായത്തോടെ 91 റൺസ് ട്രാവിസ് ഹെഡ് അടിച്ചിരിക്കുന്നത്. ഇംഗ്ലണ്ടിൻ്റെ 1ാം ഇന്നിംഗ് സ്കോറിനോട് വെറും 218 റൺസേ ഇപ്പോൾ ഓസ്ട്രേലിയ ട്രയൽ ചെയ്യുന്നുള്ളൂ. 8 വിക്കറ്റുകൾ കയ്യിലുമുണ്ട്. വരാൻ സൂപ്പർ താരങ്ങളുണ്ട്. സ്റ്റീവ് സ്മിത്തും ഉസ്മാൻ ഖ്വാജ തൻ്റെ അവസാന ടെസ്റ്റ് കളിക്കുന്നു. പിന്നെ അലക്സ് കാരി, കാമറൺ ഗ്രീന്, ഇങ്ങനെയുള്ള ബാറ്റർമാർ വരാനിരിക്കവേ ഈ പിച്ചിൽ ഓസ്ട്രേലിയ ആദ്യ ഇന്നിങ്സിൽ ആ ഒരു ലീഡ് നേടിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. പിന്നെ പ്രത്യേകം പറയേണ്ട ട്രാവിസ് ഹെഡിൻ്റെ കാര്യമാണ്. ഈ സീരീസിൽ 500 കടന്ന് അദ്ദേഹം മുന്നോട്ട് കുതിക്കുകയാണ്. വാട്ട് എ പ്ലെയർ. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.